ദേവ് ഒന്ന് പോയി നോക്ക് ഗുൽമാൽ. അതെ, എന്റെ വകുപ്പല്ല. ഈ ഉണ്ണി നായർ എവിടെ പോയി? പണ്ടാരം. എന്ത് വേണം? തമ്പി അദ്ദേഹം ഇല്ലേ? ഊണ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, ഇപ്പോൾ കാണാൻ പറ്റില്ല. അമേരിക്കന്ന് ജോൺ വന്നിരിക്കുന്നു പറഞ്ഞാൽ മതി. അമേരിക്കന്നാണോ? അതെ. ജോൺ സാറാണോ? കൊച്ചമ്മേ, അമേരിക്കന്ന് ജോൺ സാർ വന്നു. അങ്ങനെ അമേരിക്കന്ന് ജോൺ സാർ വന്നു. അകത്ത് വരണം, ഇവിടെ സോഫയിൽ ഇരിക്കാമല്ലോ. നമ്മൾ ഇപ്പോൾ വരാം. കരീം സാഹിബേ, അമേരിക്കന്ന് ജോൺ സാർ വന്നു. ജോൺ എന്നാ വന്നത്? ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഇരിക്കൂ. എത്ര ദിവസം ഉണ്ടാവും? 2 മാസത്തെ ലീവുണ്ട്. ഓ, അവരൊക്കെ വിശേഷമൊന്നുമില്ല. മിസ്റ്റർ ജോൺ, പുതിയ വല്ല വക്കാലത്തുമായിട്ട് വന്നതാണോ? ഏയ് ഒന്നുമല്ല, രാജിമോളെ ഒന്ന് കാണാമെന്ന് വെച്ചു. കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ചൂണ്ടയിടാൻ പോക്കുണ്ട്. അവളെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞയച്ചിട്ടുണ്ടാവും അവളുടെ അച്ഛൻ അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. എന്നാൽ അവളെ ഇനി തിരിച്ചയക്കണ്ട എന്നാണ് എന്റെ തീരുമാനം. അവനെ അറിയിച്ചേക്ക്. രാജിക്കുഞ്ഞ്, 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 എന്തിനാ വിളിച്ചു കൂവണേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇരിക്കാണോ? അമേരിക്കന്ന് ജോൺ സാർ വന്നിട്ടുണ്ട്. എപ്പോ എപ്പോ എപ്പോ? എവിടെയാ ഈ ഓടി നടക്കണേ? വീട്ടിൽ നിന്നൂടെ? അങ്കിൾ എന്നാ വന്നേ? ഇന്നലെ മേഴ്സി ആന്റിയും ട്രീസിയും ലിജോയും ഒക്കെ വന്നിട്ടുണ്ട്. ഓ, ഞാൻ ഇറങ്ങട്ടെ. പോകുന്നതിന് മുമ്പ് വരാം. ശരി. എത്ര കാലമാണ് നിനക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുക?
കാണുമ്പോ തോന്നും എല്ലാം പറഞ്ഞാലോന്ന്. പിന്നെ പാവം മുത്തശ്ശി ഓർക്കുമ്പോഴ ഏത് നിമിഷവും മകന്റെ വരവും കാത്തിരിക്കുന്ന അവരോട് എനിക്ക് പറയാൻ പറ്റുമോ അവരുടെ മകൻ ജീവിച്ചിരിപ്പില്ലെന്ന്? എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യം വന്നില്ല. ഇത്രയും നേരം അവിടെ കഴിച്ചു കൂട്ടിയതിന്റെ പാട് എനിക്കേ അറിയൂ. എല്ലാവരുടെയും മുമ്പിൽ കളിച്ചും ചിരിച്ചും നടക്കും. വല്ലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയും. എനിക്കതല്ലേ പറ്റൂ. മുത്തച്ഛനും മുത്തശ്ശിയും ഒന്നും അറിയരുതെന്ന് മരണക്കിടക്കയിൽ വെച്ച് ഡാഡി പറഞ്ഞതല്ലേ? ഞാൻ ഡാഡിക്ക് വാക്ക് കൊടുത്തതല്ലേ അങ്കിൾ? ഇങ്ങനെ പോട്ടെ, ഒരാഗ്രഹമേ ഉള്ളൂ. മുത്തച്ഛനും മുത്തശ്ശിയും സത്യം അറിയുമ്പോ ഞാനുണ്ടാവരുത്. എനിക്ക് അവരുടെ വിഷമം കാണാൻ വയ്യ. പിന്നെ ഒരു കാര്യമുണ്ട് അങ്കിൾ, ഇവരോടൊപ്പം ഇങ്ങനെ കഴിയുമ്പോ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധനങ്ങളൊക്കെ ഞാൻ കയറ്റി അയച്ചിട്ടുണ്ട്. ഷിപ്പിലാ വരുന്നത്. ചിതാഭസ്മം ഞാൻ കൂടെ കൊണ്ടുപോന്നു. അത് ഈ പുഴയിൽ ഒഴുക്കുക എന്നുള്ളത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ. ഞാൻ ചെയ്തോളാം. ഞാനല്ലാതെ വേറെ ആരും ഇതൊക്കെ ചെയ്യാൻ എന്റെ ഡാഡിക്ക്. എന്താണാവോ ജോണിന്റെ വരവിന്റെ ഉദ്ദേശം? കുട്ടി വല്ലതും പറഞ്ഞോ? ഇല്ല. അയാള് വന്നു പോയതിനു ശേഷം കുട്ടിയുടെ മുഖത്തൊരു മ്ലാനതയുണ്ട്. താൻ ശ്രദ്ധിച്ചോ? പൂവ് പെട്ടെന്ന് അച്ഛനെയും അമ്മയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. വന്നിട്ട് കുറച്ച് ദിവസം ആയില്ലേ? തിരിച്ചു പോവാനുള്ള ഉദ്ദേശം വല്ലോ ഉണ്ടോ ആവോ മനസ്സില്? രാജിമോളെ, രാജിമോളെ, രാജിമോളെ. ദേവു, കുഞ്ഞുണ്ണിയേട്ടാ, രാജിക്കുഞ്ഞിനെ കണ്ടോ? ഇല്ല. എന്തേ? ബംഗ്ലാവിൽ ഒരിടത്തും കാണാനില്ലേ അത്രേ. പിന്നെ എവിടെ പോയി? താൻ കരയാതെ. അവളുടെ പെട്ടിയൊക്കെ മുറിയിലുണ്ടോ? അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. എന്നാ താൻ ധൈര്യമായിട്ടിരിക്കും. കുഞ്ഞുണ്ണി, ജോൺ സാറിന്റെ വീട്ടിലേക്ക് അക്കരന്ന് ഫോൺ ചെയ്തു. അവിടെ ചെന്നിട്ടില്ല.
രാജിക്കുഞ്ഞ് എവിടെയായിരുന്നു? ഇനി നമ്മൾ നോക്കാൻ സ്ഥലമില്ല. മേനോൻ ഡോക്ടർ പറഞ്ഞിട്ട് ഹാർട്ടിന്റെ സ്പെഷ്യൽ ഡോക്ടർ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇന്നലെ രാത്രി മമ്മിയും ഡാഡിയും സ്വപ്നം കണ്ടു. പിന്നെ ഉറക്കം വന്നില്ല. ഫോൺ ചെയ്യാൻ വേണ്ടി ജോൺ അങ്കിളിന്റെ വീട് വരെ പോയി. അകത്തേക്കല്ലേ. ഉറങ്ങിക്കോട്ടെ. ഉണരുമ്പോ ഇത്തിരി ഗ്ലൂക്കോസോ കരിക്കുമുളകോ കൊടുത്താൽ മതി. ശരി. കുട്ടി എവിടെ പോയിരിക്കുകയായിരുന്നു? ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? ഇത് അമേരിക്ക ഒന്നുമല്ല. എന്താ കുട്ടി ഇതൊക്കെ? കൂടെ കൂടെ ഇങ്ങനെ അൺകോൺഷ്യസ് ആകുന്നത് അത്ര നല്ല സിംറ്റം അല്ല. ഡീറ്റെയിൽഡ് ചെക്കപ്പ് നടത്തണം. നാട്ടിൽ തന്നെ പല സെന്റേഴ്സും ഉണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെ വേണമല്ലോ ഞാൻ സജസ്റ്റ് ചെയ്യാൻ. മദ്രാസിൽ ഒരു ജോസ് തോമസ് ഉണ്ട്. എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അമേരിക്കയിൽ നിന്ന് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ് ഇപ്പോഴെത്തിയതേ ഉള്ളൂ. ഞാനൊരു കത്ത് തരാം. ഇഫ് പോസിബിൾ ഐ ക്യാൻ അക്കോമ്പനി. ഈ തമ്പിയുടെ മകൻ അമേരിക്കയിലാ, ഡോക്ടറാ, ഹൂസ്റ്റണിൽ തന്നെയാണ്. അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ദെൻ ലൈൻ ഈസ് ക്ലിയർ. വേറെ വളഞ്ഞ വഴിയൊന്നും ആലോചിക്കണ്ട. നേരെ അങ്ങോട്ട് കൊണ്ടുപോവുക. കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്താൽ ഒരു യാത്രയ്ക്കുള്ള ആരോഗ്യമൊക്കെ ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കൊള്ളാം. പിന്നെ ഡോക്ടർ ഉണ്ടല്ലോ ഇവിടെ നോക്കാൻ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ആളെ അയച്ചാൽ മതി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനായിട്ട് തന്നോട് ഇത് എങ്ങനെയാ പറയാന്ന് വെച്ചിരിക്കുകയായിരുന്നു. രാജനെ വിവരം അറിയിക്കണം. ഒന്നുകിൽ അവൻ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടി അങ്ങോട്ടായി. ഇപ്പൊ താൻ വേറെ ഒന്നും ആലോചിക്കണ്ട. ഇതൊരു ജീവന്റെ പ്രശ്നമാണ്.